صلوات تسليم على حميم زمرا زمرا ترحيم ترضيات عليه السلام صلوات تسليم على حميم زمرا زمرا ترحيم ترضيات عليه السلام السلام عليكم يا من حضروا سطرا سطرا بركات تحيات عليه السلام صلوات تسليم على حميم زمرا زمرا ترحيم ترضيات عليه السلام السلام من رب العالمين كسرا كسرا أحمد فاق الورى عليه السلام أفضل الصحابة أنيسهم سرورا سرورا أبو بكر صديق الله عليه السلام صلوات تسليم على حميم زمرا زمرا ترحيم ترضيات عليه السلام تفريق بين حق وباطل قهرا قهرا عمر ولي فاروق الله عليه السلام മുത്തത്തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ളലുൽ അഅ്മാൽ, ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ല കർമ്മം ഇദ്ഖാലു സുറൂർ ഫീ ഖൽബിൽ മുഅ്മിൻ, വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഇട്ട് കൊടുക്കല. അതൊരു ചിരി കൊണ്ട്, അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അയാളെ മെയിൻ ചെയ്തിട്ട്, അയാളൊന്ന് പരിഗണിച്ചിട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു കൺസിഡറേഷനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ പുഷ്പഗിരി ഉസ്താദ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ചെലവ് ചെയ്യുന്ന രീതി, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ആവശ്യമല്ലാത്തതിന് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന രീതിയിലേക്ക്, ഇന്ന് അത് ഒരു പണം മുടക്കിയാൽ അത് നാളേക്ക് അത് യൂസ് ചെയ്യാനുള്ള കാര്യമല്ല, നാളേക്കത് ആവശ്യമില്ല എന്നുള്ള ചെലവ് നമ്മൾ ചുരുക്കേണ്ടതുണ്ട്. അത് അനാവശ്യമാണെന്ന് കണക്കിലെടുത്ത് ആ പണത്തെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചെലവ് ആയിരിക്കണമെന്നും നമ്മൾ ഇതിൽ പഠിക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്ക എന്ന് പറഞ്ഞാൽ ഒരു 50 കൊടുത്തത് കൊണ്ട് സന്തോഷിക്ക എന്നല്ല. അത് കുട്ടികൾക്ക് 50 കൊടുത്താലും കുട്ടികൾക്ക് പോലും അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. കുട്ടികളുടെ കയ്യിലും ഒരുപാട് കളിപ്പാട്ടമായി ലക്ഷങ്ങളുടെ മൊബൈലാണ് ഉള്ളത്. അതുപോലെ പാവങ്ങൾ അതിൽ നോക്കി നിൽക്കുന്നു, കൊതിക്കുന്നു, ആശിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് മൊബൈൽ എടുത്തു കൊടുക്കണമെന്നല്ല. അവരെ ജീവിതത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് അവരെ ഉയർത്താൻ നോക്കണം. ആർക്കാണ് വിദ്യാഭ്യാസം കിട്ടാത്തവർ, വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി അവർക്ക് മനസ്സുണ്ട്, പഠിക്കാൻ കഴിവില്ലാത്തവരാരാണ്? അതുപോലെ കല്യാണം കഴിച്ച് പോകാത്ത 18 മുതൽ 30 വരെ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി അതിനെ ആ പണത്തെ സ്വരൂപിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജമാഅത്തുകാർ ചെയ്താൽ ഉറപ്പായും അതിനെ തുടർന്ന് എല്ലാവരും അതിനെ കണ്ട് അതിനെ മാതൃകയായി ചെയ്യുമെന്നാണ് എനിക്കുള്ള വിശ്വാസം. അതുപോലെ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ചെലവ്, അത് എത്ര ചെലവാണ്? അത് ഒറ്റ ദിവസത്തിനായ ചെലവായത് കൊണ്ട്, ലൈറ്റ് ആണെങ്കിലും അത് ഒറ്റ ദിവസത്തിനാണ്.
തട്ടലും മുട്ടലും അതുപോലെ മ്യൂസിക്കുകളും എന്തെല്ലാം ഉണ്ടെങ്കിലും അത് ഒറ്റ ദിവസത്തിന് വേണ്ടിയാണ്. റസൂലുള്ളാഹിയുടെ ഇഷ്ടം നമ്മൾ പറ്റണമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ അത് റസൂലുള്ള സ്വീകരിക്കണമെങ്കിൽ, റസൂലുള്ള അത് ഇഷ്ടപ്പെടണമെങ്കിൽ, അല്ലാഹു തആല പൊരുത്തപ്പെടണമെങ്കിൽ നമ്മുടെ ചെലവ് നല്ല മാർഗത്തിലേക്ക് ആയിരിക്കണം, അനാവശ്യങ്ങളിലേക്ക് ആയിരിക്കാൻ പാടില്ല. ഭക്ഷണം വേസ്റ്റാക്കാത്ത രീതിയിൽ ഭക്ഷിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കൊടുക്കുക. പാനീയങ്ങൾ ഇതര സമുദായക്കാരെ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുവന്ന് അവർക്ക് കുടിപ്പിക്കേണ്ടതില്ല. അവർ ആദരവോടെ ബഹുമാനിച്ച് വന്നാൽ മാത്രമേ കൊടുക്കാവൂ. നമ്മൾ ആദരവോടെ അവരെ നമ്മൾ സ്വീകരിക്കാനും അവരെ നമ്മൾ ആഹ്വാനം ചെയ്യണം എന്നല്ലാതെ അവരെ നിർബന്ധിച്ച് ഏതോ ഒരു പണിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി അവർ പോകുന്നവരെ നിർബന്ധിച്ച് കുടിച്ചേ പോകാവൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുടിക്കാനും പാടില്ല, കുടിപ്പിക്കാനും പാടില്ല. അത് ഉദാഹരണമായി നമുക്ക് ഇവിടെ മംഗലാപുരം ഭാഗത്ത് അവർ നോട്ടീസ് ഇറക്കിയതാണ്. മുസ്ലിം സമുദായക്കാർ യാതൊരു നമ്മുടെ ആചാരത്തിന്റെ ഏതെങ്കിലും ഒരു ജാഥ പോകുമ്പോൾ മുസ്ലിം സമുദായക്കാർ വല്ലതും കുളിപ്പിക്കാനും പാടില്ല. അവരുടെ ജാഥ പോകുമ്പോൾ അവരുടെ നല്ല ദിവസങ്ങളിൽ ഹിന്ദുക്കളെ കുളിപ്പിക്കാൻ പാടില്ല എന്ന് നോട്ടീസ് ഇറക്കിയതാണ്. ആ കുളിപ്പിക്കൽ കൊണ്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം അത് വയറുവേദനയോ എല്ലാ രോഗങ്ങളും ഉണ്ടായി എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇത് എല്ലായിടത്തും വ്യാപിക്കാനും വലിയ പണിയൊന്നുമില്ല. മംഗലാപുരം എന്നല്ല എല്ലാ സ്ഥലത്തും ഇത് വ്യാപിക്കാനും വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ കുടിപ്പിച്ചത് കൊണ്ട് ഇന്ന് രോഗം വന്നു എന്നോ ഇന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നോ അവർ പറഞ്ഞ് വെറുതെ തട്ടിവിടുമെന്നും നമ്മൾ സൂക്ഷിക്കണം. അവിടെ നമുക്കൊരു ബഹുമാനവും കിട്ടാനില്ല. നമ്മളെ ചീപ്പായാണ് അവർ കാണുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ആചാരം, നമ്മുടെ രീതി അത് നമുക്ക് മാത്രമാണ്. അതിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് കഴിവിന്റെ പരമാവധി നമ്മൾ ചെലവ് ചെയ്യുന്നത് നല്ല രീതിയിലേക്ക്. പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങി കൊടുക്കാനോ പഠിപ്പിക്കാനോ ഡിഗ്രി ആക്കി അവർക്ക് നല്ല രീതിയിൽ അവരെ ഉയർത്താനോ പാവങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് എല്ലാ മേഖലയിലും അവർ പഠിച്ച് നല്ല ഉയർച്ചയിലേക്ക് പോയാൽ ആ ഓരോ വീട്ടിന്റെ ദാരിദ്ര്യം നീങ്ങുന്നതാണ്. ആ വീട്ടിന്റെ കാര്യത്തിൽ ആദ്യം നോക്കിക്കോളും ആരാണ് പഠിച്ച് ഒരു നല്ല ജോലി നേടുന്നത്. ആ കുട്ടി വലുതാകുമ്പോൾ ആ വീട് സലാമത്തായി, ആ പരിസരം തന്നെ സലാമത്തായി, ആ ജമാഅത്തിലേക്ക് തന്നെ ഒരു സ്വത്തായി എന്ന് നമ്മൾ കരുതി ഓരോരുത്തരെയും അവരെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവർക്ക് പഠിപ്പിച്ചും കൊണ്ട് അവരെ അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ സിമ്പിളായി അദ്ദേഹം പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഒറ്റ ദിവസത്തിന് വേണ്ടി ഇന്ന് ഇട്ടത് നാളെ ചവിട്ടി വലിച്ച് കീറി എറിയുന്നതായിരിക്കുന്ന ഒരുപാട് കടലാസുകളും ഒരുപാട് ലൈറ്റുകളും ഒരുപാട് കാര്യങ്ങളും എന്തിനാണ് എന്ന് ഓരോ പണ്ഡിതന്മാരും അതിനെ ഗ്രഹിക്കണം. അതിന്റെ കാര്യത്തിൽ ചിന്തിച്ച് അണികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് നിങ്ങളുടെ കടമ. പണ്ഡിതന്മാർ ഇത് നിഷേധിച്ചാൽ ബാക്കിയുള്ളവർ ചെയ്യാൻ കഴിയുകയില്ല, അവർ ചെയ്യാൻ മുതിരുകയില്ല. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുള്ള നമ്മുടെ നേതാക്കൾ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ജമാഅത്തെങ്കിലും ഇതിന് ഈ വർഷം തയ്യാറായാൽ നമുക്ക് ഇത്ര ലക്ഷമാണ് ചെലവാകുന്നത് ഈ ജമാഅത്തിൽ, അതിനെ ഒറ്റ കുട്ടിക്കോ അതല്ലെങ്കിൽ വീതിച്ചോ കൊടുക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി വളരെ മനസ്സുണ്ട്, അദ്ദേഹത്തിന് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ആ കുട്ടിയെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് മാതൃകയായി ബാക്കിയുള്ള ഓരോ ജമാഅത്തുകളിലും അടുത്ത വർഷമെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ ആശിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.